കനത്ത മഴയിൽ പട്ടാമ്പി ടൗണിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറിയത് വ്യാപാരികളെ ദുരിതത്തിലാക്കി. ടൗണിലെ അഴുക്കുചാലുകൾ അടഞ്ഞതാണ് ഇതിനിടയാക്കിയത്. ഇതിനെതിരെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയത്. ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതും അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നതുമാണ് മഴവെള്ളം കടകളിലേക്ക് കയറാൻ ഇടയാക്കിയതെന്നാണ് വ്യാപാരികളുടെ പരാതി. മഴവെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ സംവിധാനമില്ല. റോഡ് ടാറിംഗ് മാത്രമാണ് നവീകരണത്തിന്റെ ഭാഗമായി നടന്നിരിക്കുന്നത്. മറ്റ് അനുബന്ധ പ്രവൃത്തികൾ പാതി വഴിയിലാണ്. പലതവണ ഇക്കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെങ്കിലും ഒരു നടപടികളും ഉണ്ടായില്ല. ഇതാണ് മഴവെള്ളം കടകളിലേക്ക് എത്താൻ ഇടയാക്കിയത്. ഇനിയും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പറഞ്ഞു. ഇന്നലെ ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും പട്ടാമ്പി അങ്ങാടിയിലെ മൊത്തം വെള്ളക്കെട്ടാവുകയും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറുകയും സാധനങ്ങൾ നാശാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഒന്ന് രണ്ട് ഏറ്റവും ചെറിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടുന്ന് ഈ MESന്റെ അങ്ങോട്ട് പോകുന്ന പുതിയ ഉണ്ടാക്കിയ വഴി, ആ കൾവർട്ട് അങ്ങനെ വന്ന് ചേരുന്ന സ്ഥലമാണ് ഇവിടെ. ഇത് മൊത്തം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് വരുന്ന വെള്ളം അത് അവിടെ ആ റോഡിലായിട്ട് ആ കടകളിലേക്ക് കയറി. അവിടെ പലർക്ക് കടയാണ്. ആ കടയുടെ ഉള്ളിലേക്ക് കയറി, അപ്പുറത്തെ കടയുടെ ഉള്ളിലേക്ക് കയറി. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ അവിടുന്ന് നോക്കിയറിയാം, ഇവിടെ ചാലില്ല. ഈ വെള്ളം പെയ്ത് വരുന്ന വെള്ളം, ഒഴുകി വരുന്ന വെള്ളമൊക്കെ കടകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറയണമെങ്കിൽ കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ചാല അടഞ്ഞു കിടക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് അവിടെയൊക്കെ അതെ, ചാല് സ്ലാബ് വെറുതെ നിൽക്കുകയാണ്. ചാലില് കംപ്ലീറ്റ് കച്ചറയാണ്. ഉള്ള ചാലിലത്തെ അവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ, ഈ പഴയത്ത് കൂറ അടക്കമുള്ള സാധനങ്ങൾ റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ തന്നെയാണ് ഇത് റോഡ് വർക്കുമായി ബന്ധപ്പെട്ടാണ് ഇത് ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇവിടെ ശരിയാവാതിരിക്കുക. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആ സ്ഥലത്തെ പ്രശ്നം, അത് നമുക്ക് അവിടെ വന്ന് നോക്കി അറിയാൻ പറ്റും. കാരണം അവിടെ വാട്ടർ അതോറിറ്റി ആ പണി നടക്കുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഇടപെട്ടിട്ട് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞതാണ്. പക്ഷെ അത് ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം. ഇപ്പോഴും അത് പൂർണ്ണമല്ല. ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള ചാലില് ഇല്ല, ആ കടയിലേക്ക് ആ ചാലില്ലാത്തത് കൊണ്ടും അവിടെ ഇതുള്ളത് കൊണ്ട്, ആ ഗുരുവായൂർ കൊണ്ട് അവിടുന്ന് വരുന്ന വെള്ളം, അങ്ങോട്ടുള്ള വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. ആ വെള്ളം മുഴുവനെ അവിടെ ആ ഫ്രൂട്ട്സ് കടയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നേരെ അപ്പുറത്തെ റെഡിമെയ്ഡ് കടയിലേക്ക് കയറുന്നൊരു ആ തുണിക്കടയിലേക്ക്. ഇന്നലെ തുണിക്കട ഇന്നലെ രാത്രി കംപ്ലീറ്റ് അടിയിലൊക്കെ കയറി ആകെ വെള്ളം കയറിയ പ്രശ്നമാണ്. വെള്ളം കയറിയ വ്യാപാര സ്ഥാപനങ്ങൾ യൂണിറ്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലും വിഷയം അവതരിപ്പിച്ചതായും നേതാക്കൾ പറഞ്ഞു.